റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ, ഞാനെങ്ങാനും ആ മരക്കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഖിയാമത്ത് നാൾ വരെ ഞാനും നിങ്ങളും മദീനത്ത് ചെല്ലുമ്പോ ആ കരച്ചിൽ നമുക്ക് കേൾക്കാമായിരുന്നു സഹോദര. അതുകൊണ്ടൊരു മരക്കുറ്റിക്ക് പ്രവാചകനോടുള്ള സ്നേഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണോ. മക്കൾക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണോ. പ്രവാചകനോടുള്ള മഹബത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന കാട്ടറബികളെ കുറിച്ച് പറയുന്നവരാ. പണ്ടവര് പ്രവാചകനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. രണാങ്കണത്തിലെ യുദ്ധം നടക്കുമ്പോ രണ്ട് ചെറിയ മക്കളുണ്ടല്ലോ, പടച്ചവനെ വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. കാവല് നിൽക്കുന്ന സ്വഹാബിയോട് ആ രണ്ട് ചെറിയ മക്കൾ ചോദിച്ചു, ആരാ അബൂജഹലാരാ? അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരുവോ? മക്കള് വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിൽ ചെന്നിട്ട് അബൂജഹലിനെ തിരക്കുകയാണ്. സഹാബി ചോദിച്ചു, എന്തിനാ മക്കളോ നിങ്ങൾ അബൂജഹലിനെ തിരയുന്നത്? അവനെ കൊല്ലാമെന്നതാ, അവനെ കൊല്ലാമെന്നതാ. സഹാബി ചോദിച്ചു, എന്തിനാ നിങ്ങൾ അവനെ കൊല്ലുന്നത്? അവനെന്ന് പറയുന്നവൻ ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിച്ചവനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചവനാണ്, അതുകൊണ്ട് അവന്റെ തലയെടുക്കാമെന്നതാ. ചരിത്രം പറയുന്ന 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കളാണ്. വാളും പിടിച്ചുകൊണ്ട് ആരാ അബൂജഹലാരാ? സഹാബി അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത കുതിരയുടെ മുകളിൽ വരുന്നവനോ പടച്ചവരെ ചീറിപ്പായുകയാണ്, അതാ പാഞ്ഞെടുക്കുകയാണ്. രണ്ട് കുട്ടികളും കൂടെ പടച്ചവനെ അവിടെ നിന്ന് വെട്ടുകയാണ്. ഒട്ടകത്തിന്റെ കാലിൽ വെട്ടുകൊണ്ടിട്ട് അബൂജഹലതാ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയാണ്. അബൂജഹലിന്റെ കാലിൽ വെട്ടുകൊണ്ട് അബൂജഹൽ പുറകിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ആ ചെറിയ മകന്റെ വലത് കൈയിലേക്കിട്ട് വെട്ടുകയാണ്. അവന്റെ കയ്യിൽ വെട്ടുകൊണ്ടിട്ട് കയ്യിലിരിക്കുന്ന വാള് താഴെ വീഴുകയാണ്. തൊലിയിൽ അവന്റെ കയ്യിലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇടത് കൈ കൊണ്ട് വാള് വെച്ചു. ആ പൊന്നുമൂന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് വലത് കൈ കിടന്നിങ്ങനെ ആടുകയോ, യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. പടച്ചവനെ ആ പൊന്നുമകൻ എന്ത് ചെയ്തതെന്നറിയുമോ? മരുഭൂമിയിലേക്ക് തന്റെ കൈ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അതാ വലത് കാലെടുത്ത് കൈയുടെ മുകളിൽ ചവിട്ടിയിട്ട് ആ നരമ്പിൽ തൂങ്ങിക്കിടക്കുന്നവന്റെ കൈയുണ്ടല്ലോ വലിച്ചു പറിച്ചിട്ട് എറിയുകയാ. ചെറുപ്പക്കാരാ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതായിരുന്നടാ പൊന്നുപോലെ. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടന്നു. നാളെ സ്വർഗത്തിലും ഒരുമിച്ചാളാ. പ്രവാചകനെ സ്നേഹിക്കുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാകളത്തിൽ ഊതിക്കഴിയുമ്പോ ഈ കർണാടകയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് പല പള്ളികളുടെ പള്ളിക്കാട്ടിൽ നിന്ന് കമറ് പൊളിച്ചിട്ട് പട്ടികളുടെയും പന്നികളുടെയും കഴുതയുടെയും പേപ്പട്ടികളുടെയും പിള്ളാരങ്ങളിൽ കൊടികുത്തി വെച്ച് കിടന്നും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഭൂതമലയോളം എളുപ്പമുള്ള വൈറ വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, 15 കോടി കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് ശ്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. നാളെ ഒരു ചാണ് മുകളിലോ അല്ലാഹുവിന്റെ കോടതിയിൽ സൂര്യൻ ഉച്ച നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അതിന്റെ മുതൽ ഈസാർബി വരെയുള്ള സർവ്വ പ്രവാചകന്മാർ നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് നാളെ പരലോകത്തോടെ നടക്കുന്ന ദിവസമുണ്ടല്ലോ. അത് ആര് തിരിഞ്ഞു നോക്കാത്ത ദിവസം? റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ,
എല്ലാ പ്രവാചകന്മാർക്കും സ്വർണ്ണത്തിന്റെ ഒരു സിംഹാസനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇരിക്കുകയാണ്. എങ്കിൽ ഒരു സിംഹാസനം ഒടിഞ്ഞു കിടക്കുന്നു. അതിനകത്തിരിക്കുന്ന നേതാവിനെ കാണുന്നില്ല. തിരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ കിടന്ന് കരയുകയാ. എഴുന്നേക്ക് നബിയേ, വിചാരണ ചെയ്യട്ടെ നബിയേ. എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, ആ സിംഹാസനത്തിലാണ് ഞാനങ്ങ് കേറിയിരുന്ന. പിന്നെ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ. എന്റെ ഉമ്മത്തിനാരാ അല്ലാഹ്, എന്റെ സമുദായത്തിനാരാ അല്ലാഹ്. അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ തമ്പുരാനെ, ഞാനല്ലേ ഉള്ള തമ്പുരാനെ. എന്നെ സ്നേഹിച്ചവര്, എന്റെ പേരില് സ്വലാത്ത് പറഞ്ഞവര്, എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാനല്ലാതെ ആരുമില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയുന്നു, നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ. എന്റെ സഹോദരാ, നാളെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മുഴുവനും അടുത്തേക്ക് വിളിച്ച് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുത്തിട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പാസ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥികളായി നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് പ്രവാചകൻ പറയുമ്പോ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? ആഗ്രഹമില്ലേടാ പൊന്നുപോലെ? സ്വന്തം ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം, വാപ്പ കണ്ട പരിചയം കാണിക്കാത്ത ദിവസം, മക്കളെ സഹായിക്കാത്ത ദിവസം, ആരുമില്ലെങ്കിലും ഞാനുണ്ട് മോനെ, നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് പറയുന്ന ഒരു നേതാവ് അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പ്രവാചകന്റെ അതിഥിയായിട്ട് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ചിട്ട് അല്ലാഹുവേ, സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹുവേ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. പോകേണ്ടവർക്ക് പോകാം, ഓടേണ്ടവർക്ക് ഓടാ, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, മനസ്സില്ലാത്തവർക്ക് കൈകെട്ടിയിരിക്കാം. ഈ പ്രഭാഷണത്തിൽ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവരുടെ മക്കളെ കെട്ടിക്കാരല്ല, അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് തിന്നോണ്ട് നടക്കാനല്ല, പാപങ്ങൾക്ക് വേണ്ടിയാ, പാപങ്ങൾക്ക് വേണ്ടിയാ. 30 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട പെൺമക്കൾക്ക് ജീവിതം കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരാ. ഒരു പബ്ലിസിറ്റിയുമില്ല, വലിയ ഫ്ലെക്സ് അടിച്ചു വെക്കാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതികെട്ട് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ടൊരു സദഖയിട്ട്, മനസ്സുകൊണ്ടൊരു സദഖയെടുക്കുമ്പോ അല്ലാഹുവിനോട് പറയേണ്ടതെന്തെന്നറിയുവോ? ഇന്ന് വരെ ഞങ്ങൾ ആരും നിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല നബിയേ. പ്രകാശിക്കുന്ന മുഖമൊന്നും കാണാ, മരിക്കുന്നതിന് മുമ്പോ, ഇസ്രായേലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പോ മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന് എനിക്കൊന്ന് കാണാ ഭാഗ്യം തരണേ അല്ലാഹ്. പുണ്യപ്രവാചകനെ ഒന്ന് സ്വന്തം കാണാ എനിക്ക് ഭാഗ്യം തരണേ തമ്പുരാനേ. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട്, ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ അതിഥിയായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ് എന്ന നിയ്യത്തോടെ ഒരു സദഖ എടുത്തു പ്രവാചകന്റെ കൂട്ടുകാരിലെ അല്ലാഹുവിന്റെ
റസൂലിന്റെ കൂടപ്പിറപ്പുകളിലോ ഈ സദഖ ചെയ്യുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു സദഖ 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കുക. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും ഒരാളുടെ മുന്നിൽ പോയിട്ട് മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, യാചിക്കേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ടെ. മനസ്സറിഞ്ഞിട്ട് എല്ലാവരും സദഖ ഇട്ടോ. മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു സദഖ ഇട്ടോ. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്കും. മരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ എന്റെ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് താഴെ സൂചി വീണു. എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണപ്പോ പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കാരണം ഞാനത് നോക്കിയെടുത്തു എന്ന് മഹ്ദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അത്രയ്ക്കും സൗന്ദര്യവാനായ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഞാൻ വഴി പറഞ്ഞുതരാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. വഴി പറഞ്ഞു തരട്ടെ. വഴി പറഞ്ഞു തരട്ടെ. പറ മനുഷ്യന്മാരെ, വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തോതിയാ മതി? പറ ചങ്ങായിമാരെ, എന്തോതിയാ മതി? മലയാളം ഞാനും ആ ചങ്ങാതിയും മാത്രമേ പറഞ്ഞു. ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിന് മലയാളം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും. ഒന്ന് പ്രസംഗിച്ച ഞാനും, പിന്നെ എന്നെ വിളിച്ച ചങ്ങാതി. ഓൻ എന്നെക്കാലം വഴുതു പറയുന്ന ആളാ. എന്നാ കടിച്ചാ പൊട്ടാത്ത വാക്ക് എങ്ങനെ പറയണം ഞാൻ ആലോചിക്കാറുണ്ട് ചങ്ങാതി. കടിച്ചാ പൊട്ടാത്ത വാക്ക്, ഇതൊക്കെ പറയണ കേട്ടാ വിചാരിക്കുക അർശന്റെ മുകളിലുള്ള വാക്കാ. എന്തായാലും അല്ലാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് വാക്ക പറഞ്ഞേ പോരാ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നീ പറ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അവസാനം പറഞ്ഞാൽ മതിയോ? ചിലപ്പോൾ മറന്നുപോകും. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സൂറത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരു ആയത്തിന്റെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 4 വരിയും കണ്ടുണ്ട്. എത്ര വെള്ളം തോന്നുന്നു? 4 വരി മാത്രമല്ല ഒരു സൂറത്ത്. മഹാനായ മുജാഹിദ് മുഖരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു അവരുടെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആരെങ്കിലും നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അവന് ലോകത്തിന്റെ നേതാവിനെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ 4 കാര്യം സൂക്ഷിച്ചാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞിരട്ടെ. ഇങ്ങോട്ട് നോക്ക്. സ്ക്രീനിൽ നോക്കുന്ന എന്തിനാ? ഞാൻ ഇവിടെ നീളത്തിൽ നിൽക്കണ്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും സ്ക്രീനിലാണ് നോക്കണേ. അവിടെ ഗ്ലാമർ ഒന്നും കുറവാ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല സിറാജ് ഉസ്താദ്, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്. സുബഹിക്ക് തന്നെ എഴുന്നേൽക്കുന്നില്ല, സുബഹിക്ക് മുമ്പേ വഖത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബല സുബഹി, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. വഖത്താകുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. അല്ലാഹുവിന് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് ആണുങ്ങൾ കയറുക, പെണ്ണുങ്ങൾ നിസ്കാര മുസല്ലയിൽ കയറുക. അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉളവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാര പായിരത്തി, മരിക്കണ കാലം വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാലാമത്തെ കാര്യം, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ 3 കാര്യം എളുപ്പം, പക്ഷെ നാലാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം. 4, വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നമ്മൾ അപ്പോഴാ പച്ചയിറച്ചി തിന്നുന്ന സമയം, പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വിത്ർ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിന്നാൻ പറ്റുന്നത് പോലെ നമ്മൾ തിന്നും, ഇല്ലേ? വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടവർ കത്തീര, ഉമ്മ ഒരു റൂമിലും മോനൊരു റൂമിലും മോളൊരു മൊബൈലിലൂടെ. അല്ലാഹു ആലം, അല്ലാഹു നമുക്ക് ദാരിദ്ര്യം തരും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തോത് പുണ്യ നബിയെ നിനക്ക് മരിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. മണി 10 ഇനി ആകെ അരമണിക്കൂറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും പറ്റുന്നത്ര പറഞ്ഞ് നമുക്ക് തൗബ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധമാണെന്ന് തോന്നുന്ന പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فصبه بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ജിബ്രീൽ പറയുന്നു, നബിയേ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ, എല്ലാവരും ഇസ്ലാമിന്റെ കുടയ്ക്ക് കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോകാൻ സമയമായി നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിക്കണേ നബിയേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ നബിയേ, പോകാൻ സമയം അടുത്തിരിക്കുന്നു നബിയേ. തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാലിന് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? അങ്ങയുടെ പാപം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, എല്ലാം അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്. എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? പ്രവാചകൻ ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഹജ്ജിന്റെ സമയമെടുത്തപ്പോ ബിലാലിനെ വിളിച്ചിട്ട്, ബിലാലേ, ഞാൻ ഈ
വർഷം ഹജ്ജിന് പോകുകയാ. എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, പോകുന്നവര് തയ്യാറെടുക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകുകയാ, എല്ലാവരും തയ്യാറെടുത്തു. എന്റെ എല്ലാ ഭാര്യമാരും ഒരുങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഭാര്യമാരെ മുഴുവനും ഒരുക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഹജ്ജിന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് ചെന്നു. പ്രവാചകൻ അതാ സ്വഹാബികളോട് അമല് പറഞ്ഞു കൊടുക്കുമ്പോ ഹജ്ജ് തുടങ്ങുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ എല്ലാവരും അമലുകൾ നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം സ്വഹാബ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സഹാബ. റസൂലുള്ള ഇത് പറയുമ്പോ സഹാബികളെ രണ്ടുപേരും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ, ലോകത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുത്തെ അവസാന പ്രഭാഷണത്തിൽ പലതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. അവസാനം ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും നാട്ടിലേക്ക് കടന്നു വന്നു. അതാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെല്ലുകയാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായവർ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന ഉഹദ് യുദ്ധത്തിലെ ശഹീദായവരെ ഖബറടക്കിയിരിക്കുന്ന ഖബർസാനിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുകയാണ്. ഓരോ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് സലാം പറയുകയാ. എല്ലാവരോടും സലാം പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. സഫർ മാസത്തിന്റെ അവസാനത്തോടുകൂടി അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ജന്നത്തുൽ മക്കയിലേക്ക് കടന്നു ചെല്ലുകയാ. പ്രവാചകന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ മക്കയിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പ്രവാചകന് സലാം പറയുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാ. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. വല്ലാത്ത തലവേദന കാരണം അല്ലാഹുവേ, ആയിഷ ബീബി കിടന്ന് കരയുകയാണ്. ആയിഷ ബീബി പറഞ്ഞു, നബിയേ മരിച്ചാ മതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ. നിനക്ക് വേണ്ടി ഞാൻ ഖബർ കുടിച്ചു തരും ആയിഷ. നിന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് എന്റെ കൈ കൊണ്ട് ഇറക്കി വെക്കും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തമാശ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുമ്പോ ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഞാൻ പെട്ടെന്നങ്ങ് മരിക്കൂല നബിയേ. ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോകാനല്ലോ. കുറേ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു ആയിഷ. എന്നിട്ട് പ്രവാചകന് ചുമ്മാതെയൊന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ വാവുത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ
ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, സഫറിന്റെ അവസാന ബുധനാഴ്ച റസൂലുള്ളാഹി തങ്ങൾക്ക് പനി പിടിക്കുകയാണ്. പടച്ചവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ശരീരവേദനയാണ്. പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. എല്ലാ ദിവസവും പടച്ചവരെ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിക്കും, നബിയേ നിസ്കരിക്കാ സമയമായി നബിയേ. പ്രവാചകൻ പോയി നമസ്കരിക്കുന്ന പതിവങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് വിളിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാ. പടച്ചവനെ, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് നടക്കാൻ കഴിയാതെ പ്രവാചകന്റെ കാലിങ്ങനെ വലിച്ച് വലിച്ച് പള്ളിക്കകത്ത് കിടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തി. സഹാബാ, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹു അല്ലാഹു അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതാൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പ്രവാചകനെ കൊണ്ട് ഈ ആയത്ത് ഓതിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മടങ്ങിപ്പോയി. രണ്ടാമത് വന്നത് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് സലാം പറഞ്ഞിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതാ പറയുകയാ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഈ ഖുർആനിന്റെ ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാ. മൂന്നാമത് കടന്നു വന്നത് അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവിടുന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് യാസീനിലെ ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു, ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമു എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാണ്. സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. നാലാമത് വന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. മരണത്തിന്റെ ആയത്തുകൾ പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാ. നബിയേ, പോകാ സമയമായി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ സ്വഹാബികളോട് ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തം ചോദിച്ചു. സലാം പറഞ്ഞ് പിരിയുകയാണ്. പടച്ചവനെ, പ്രവാചകനെ വീടിന്റെ അകത്ത് കടന്നു ചെന്നു. എല്ലാ ഭാര്യമാരെയും വിളിച്ച് ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കണം. എല്ലാവരും സമ്മതം കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്ത് കിടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 11 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകൻ റബീഉൽ അവ്വൽ 11 കടന്നു വന്നു. പ്രവാചകൻ അവിടുന്ന് വിളിച്ചു, ആയിഷ, എന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാത്തത്? വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുളാണ്. പ്രവാചകൻ ചോദിച്ചു, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലായിരുന്നു. പിന്നെയും പ്രവാചകൻ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ. വിളക്കിന്റെ അകത്ത് ഒഴിക്കാനുള്ള എണ്ണ പോലും ഈ വീടിന്റെ അകത്തില്ല നബിയേ. പ്രവാചകൻ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കിട്ടിയ എണ്ണ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു. റബ്ബേ, പ്രവാചകൻ വല്ലാത്ത രോഗം പിടിച്ചിങ്ങനെ കിടക്കുകയാ. പെട്ടെന്ന് റസൂലുള്ള വിളിച്ചു, ആയിഷ,
അടുത്തേക്ക് വാ ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. 7 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊണ്ടുവെക്കുമ്പോ പ്രവാചകനെ കരയുകയാണ്. എന്തേ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ 1 രൂപയും അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുത്തു. ഒന്നുമില്ലായിരുന്നു സഹോദരാ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ കർട്ടനൊന്ന് മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടനങ്ങ് മാറ്റുകയാ. പ്രവാചകൻ ഓരോ സഹാബികളെയും നോക്കുകയാണ്. ഓരോ സഹാബികളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ സലാം പറയുകയാ. എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഒന്ന് ചിരിക്കുകയാണ്. റബ്ബേ, ളുഹായിന്റെ സമയമെത്തി, ളുഹായിന്റെ സമയമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ളാഹിന്റെ രോഗമങ്ങ് കൂടുകയാ. പൊന്നുമോളെ അടുത്ത് വിളിച്ചു, ഫാത്തിമ, എല്ലാ റമളാനിലും വാപ്പ ഒരു പ്രാവശ്യം ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു ഫാത്തിമ. വാപ്പായിക്ക് പോകാൻ സമയമായി ഫാത്തിമ. വാപ്പ പോകുകയാണെന്ന് പറയുമ്പോ തന്റെ പൊന്നാര മകളിരുന്ന് കരയുകയാണ്. കരയുന്ന മകളെ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, വാപ്പയ്ക്ക് പുറകെ ആദ്യമായിട്ട് വരുന്നത് നീയാ മോളെ. അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളെ ഉപദേശിച്ചു, ആയിഷ ബീവിയെ ഉപദേശിച്ചു, പ്രവാചകന്റെ ഭാര്യമാരെ ഉപദേശിച്ചു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. പെട്ടെന്ന് പ്രവാചകന്റെ രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ള വീടിന്റെ അകത്ത് തളർന്നു കിടക്കുമ്പോ വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ? ഫാത്തിമ ബീവി പറയുന്നു, ഇല്ല, എന്റെ ഉപ്പയ്ക്കൊട്ടും സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് അനങ്ങാ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ കിടന്ന് പിടയുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അസ്സലാമു അലൈക